ഇന്നിപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കുന്നത് ചോറിലേക്കൊക്കെ ഒഴിച്ച് കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കറി തന്നെയാണ് കേട്ടോ. ചേമ്പിൻ്റെ തണ്ടും പരിപ്പും കൂടിയിട്ടാണ് കറി വയ്ക്കാൻ പോകുന്നത്. ഞങ്ങളിതിന് പറയുന്നത് ചേമ്പിന്താളെന്നാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ കറി വയ്ക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് പരിപ്പും ചേമ്പിന്താളും കൂടിയിട്ട് കറി വയ്ക്കാൻ തുടങ്ങാം. അതിന് വേണ്ടി ഒരു 1/2 കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനി പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓണാക്കി വെക്കുക. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 10-15 മിനിറ്റ് മതി. ഇത് പെട്ടെന്ന് വേവുന്ന പരിപ്പാണ് കേട്ടോ. അപ്പോൾ ഒരു 10-15 മിനിറ്റ് തന്നെ മതി. എന്നിട്ട് നമുക്കിത് അടച്ച് വയ്ക്കാം. തിള വരുന്ന സമയത്ത് ഇതിൻ്റെ അടപ്പ് പകുതി തുറന്ന് വെച്ചാൽ മതി കേട്ടോ. അതല്ലാന്നുണ്ടെച്ചെങ്കിൽ പുറത്തേക്കൊക്കെ തിളച്ച് പോവുള്ളൂ. അപ്പോൾ പരിപ്പ് അവിടെ കിടന്ന് വേകുമ്പോഴേക്കും നമുക്ക് ചേമ്പിന്താളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ആദ്യം നല്ല പോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുക. കാരണം നല്ല പോലെ തന്നെ പൊടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ടൊന്ന് കഴുകി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ തൊലി ഉണ്ടല്ലോ, അത് 2 സൈഡിൽ നിന്ന് നമുക്ക് ഇതേപോലെ തന്നെ ഒന്ന് വലിച്ചെടുക്കാം. ഈ ചേമ്പിന്താളൊന്നും ഇവിടെ ഉണ്ടായതല്ല, നാട്ടിൽ നിന്ന് കൊടുത്തു വിട്ടതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാനിന്ന് കറി വയ്ക്കാൻ പോവാണ്. അങ്ങനെ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള തണ്ടും കൂടെ തൊലിയൊക്കെ ഒന്ന് ഉരിച്ചെടുക്കുക. ചെറുതായിട്ടൊക്കെ പച്ചക്കളർ ഉണ്ടായിക്കോട്ടെ, അതൊന്നും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കൊരു കട്ടിംഗ് ബോർഡ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇതൊന്ന് സെൻറ്റർ ആദ്യം ഒന്ന് പൊളിച്ച് കൊടുക്കുക. കാരണം അത് വലിയ തണ്ടാണല്ലോ. അതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കുക. ഒരുപാട് കുഞ്ഞു കുഞ്ഞു പീസാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് കറിയിലിട്ട് കഴിഞ്ഞാൽ തന്നെ നല്ല പോലെ ഒന്ന് കുഴഞ്ഞു വെക്കോളൂ. അപ്പോൾ ഈ ഒരു സൈസിൽ നമുക്കിത് മുഴുവനൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഒരു 10-15 മിനിറ്റ് ആയപ്പോൾ പരിപ്പൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള ചേമ്പിന്താളം ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു 5-10 കാന്താരി മുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കട്ട് ചെയ്തിട്ടൊന്നുമില്ല, അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുകയാണ്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ പച്ചമുളകാണെന്നുണ്ടെങ്കിൽ പച്ചമുളക് ഒരു 3-4 പച്ചമുളക് നടുകീറിയിട്ട് ഇട്ട് കൊടുത്താലും മതി. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് പുളിക്ക് തക്കാളി വേണമെന്നുണ്ടെങ്കിൽ ഒരു തക്കാളി നല്ലപോലെ പഴുത്തൊരു തക്കാളി എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ സാധാരണ ഇടാറില്ല, അതുകൊണ്ടാണ് ഇടാഞ്ഞത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം, വേണ്ടാന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ചെയ്താൽ മതി. ഇപ്പോൾ തോന്നുന്നു നമുക്ക് ഒരുപാട് ചേമ്പിന്താളുള്ള പോലെ തോന്നും. പക്ഷെ ഒന്ന് തിളച്ചതിന് ശേഷം നോക്കുമ്പോൾ ഇതൊക്കെ നല്ല പോലെ ഒന്ന് കുഴഞ്ഞു പോയിട്ടുണ്ടാവും കേട്ടോ. പിന്നെ കറക്റ്റ് ആയിക്കോളും. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കുക. 5 മിനിറ്റിന് ശേഷം വീണ്ടും നമുക്ക് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ, നല്ല പോലെ ഒന്ന് കുഴഞ്ഞിട്ടുണ്ട്. ഇനി വീണ്ടും ഒരു 5 മിനിറ്റും കൂടെ വേവിച്ചാൽ മതി. ഒരു 10 മിനിറ്റിൻ്റെ വേവേ ഉള്ളൂ. ഇനി ഞാൻ ഈ കറിയിലേക്ക് ഒന്ന് തേങ്ങ അരച്ചൊഴിക്കുന്നുണ്ട് കേട്ടോ. അതിന് വേണ്ടി ഒരു 1/2 കപ്പ് തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 5-6 ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അരയാൻ പാകത്തിന് വെള്ളം കൂടെ ഒഴിച്ച് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ചെറുതായിട്ട് തിള വരുന്നുണ്ട്. ലോ ഫ്ലെയിമിൽ തന്നെ കിടന്നിട്ട് സാവകാശം ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ ആ തേങ്ങയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടും. അപ്പോൾ നമുക്ക് താളിച്ചെടുക്കാം. പിന്നെ ഈ ഒരു ലൂസ് ഉണ്ടായിക്കോട്ടെ കേട്ടോ. തണുത്ത് കഴിഞ്ഞാൽ പരിപ്പും താളമല്ലേ, നല്ല തിക്കായി കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു ലൂസ് ആകുമ്പോൾ നമുക്ക് തണുത്ത് കഴിഞ്ഞാലും പാകത്തിനുള്ളൊരു ഒഴിച്ച് കറിയായിട്ട് തന്നെ എടുക്കാൻ പറ്റും. ഇപ്പോൾ ഒരു 5 മിനിറ്റോളം ആയിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഇനി നമുക്കിത് അടുപ്പത്തു നിന്ന് ഇറക്കുക. എന്നിട്ട് താളിച്ച് കൊടുക്കാം. താളിക്കാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞൊരു പാൻ വെച്ച് കൊടുത്തിട്ട് ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായി. അതൊന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. ഒരു 2-3 ഉണക്കമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. അതൊന്ന് പൊട്ടിയതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. എന്നിട്ട് നേരെ തന്നെ നമുക്ക് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ ഇത് മിക്സ് ചെയ്യൊന്നും വേണ്ട, പെട്ടെന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റിന് ശേഷം നമുക്ക് നല്ല ചൂട് ചോറിൻ്റെ കൂടെ തന്നെ കഴിക്കാം. അപ്പോൾ നമ്മുടെ പരിപ്പും ചേമ്പിന്താളും കൂടിയിട്ടുള്ള കറി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു കേട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അത് കൂട്ടി ചോറ് കഴിക്കുക. ഇതിലേക്ക് ഒരു ഇത്തിരി ഉണക്കൽ പൊരിച്ചതും മെഴുക്ക് പുരട്ടിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ ഉണക്കലൊന്നും ഇല്ല, സാധാ മീൻ പൊരിച്ചത് തന്നെയാണ്. അഥവാ നിങ്ങളുടെ കയ്യിൽ ഉണക്കലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ കൂട്ടിയിട്ടൊന്ന് കഴിച്ച് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക.